നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാൽ. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ. നാടകം അയ്യോ പിന്നെ ഒരു മഴ പെയ്താൽ നിങ്ങൾക്ക് താഴ്ത്തേക്കുള്ളൂ. മനസ്സിലാവണം. ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ദേവി ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പ് കിട്ടാണ്ട് പോകും. അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവഴിപാടും നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയ പത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 3 വെടിവഴിപാട്. അവിടത്തേക്ക് പ്രസാദം. മോളെ, ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണ് വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറയണത് ഞാനാണ്. അതെന്നെ എനിക്ക് പറയുന്നത്. വല്ലവരെ വീട്ടിൽ വന്ന് കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാണ്. ഞാൻ പോട്ടെ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. എന്റെ മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാർന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നടക്ക് പുറത്ത്. എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അറിയാ പപ്പൻ. വേഗം വയ്ക്കോ. പപ്പയുടെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച് തേങ്ങ പോലെയാകും രമേശേട്ടൻ. 3 പേരോട് കൂടി കാര്യം പറഞ്ഞേക്കാം. ദൈവം കാര്യം വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ അയ്യോ അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശേട്ടന് പുണ്ണാക്ക് വേണം? അയ്യോ, പിണക്കമാണോ? ഏട്ടൻ എന്നെ മറത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ മറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. രമേശേട്ടൻ ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? ഒരിക്കൽ പാടവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുന്നു. രമേശേട്ടൻ കാല് വഴുതി തറയിൽ വീണു. അന്ന് എന്റെ തല പോയി തലയിലടിച്ചത്. അന്ന്
അപ്പന്റെ തലപോയി തലകടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് ഒരു ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന ഈ പാർവതി കുട്ടിയെ തലവേദനയാണ് വന്നത്. എന്നോട് ക്ഷമിക്കൂ പാർവതി, എന്നോട് ക്ഷമിക്കൂ. ഇന്നലെ വീട്ടിൽ പട്ടിണിയായി. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശേട്ടൻ ഒരു കൊതിയനാണ്, കൊതിയൻ. പാർവതി അയ്യോ, അയ്യോ പപ്പേട്ടൻ. രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്ക. മോനെ പപ്പ, അമ്മേ, പപ്പ. അമ്മേ. ഞാനും ഒന്ന് കാണട്ടെടി പാപ്പാ. മോനെ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മയൊന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പാപ്പാ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഉപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ഏയ്, ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാലയമായി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരി എടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞപ്പങ്ങൾ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലും ഞാനവനെ. ഈശ്വര, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മരത്തിയിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. കൂടാകത്ത് ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പകർന്നു. അനക്കിക്കളയും. അല്ല, അനങ്ങിപ്പകർന്ന് തട്ടിക്കളയും. പപ്പേട്ടാ, രമേശേട്ടനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശൻ എന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനല്ല. പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. അതെ, ഇതിന് ഉത്തരവാദി രമേശേട്ടൻ മാത്രമാണ്. അതെ, നീ മാത്രമാണ് ഈ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. ഓടാണ് ഞാനല്ല. നാടകം പൊളിക്കണം. നാടകം പോയട്ടെ, നാടകം പോയട്ടെ. എന്താ കാര്യം എന്താണ്? എടാ, വല്ല അലവലാതി പെമ്പിള്ളേരെ കെട്ടിവെക്കാൻ നോക്കണം നാടകത്തിന്റെ പേരിൽ. എടാ, ഇത് നാടകമാണ്, ഡയലോഗ് പറയാൻ. ആ നാടകമായാലും എന്ത് തന്നെയായാലും ഈ പരിപാടി ഇവിടെ നടക്കൂല. മര്യാദക്ക് ഡയലോഗ് പറയണം. ഒന്ന് പോരാട്ടാണ് എനിക്ക് പറ്റില്ല. കമ്മറ്റിക്കാർ കാശില്ല, നാടകം തീർക്കേണ്ട കാശല്ല, ഡയലോഗ് പറയാൻ. എന്നെ കൊണ്ട് ഈ കൂതറപ്പണിനെ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല. നിർത്തടാ. എന്താണ് നാടകം. ഇതാണ് നാടകം? എന്റെ വലിയേട്ട നാടകത്തിന്റെ പേര് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടി ഈ പണി തന്നെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത്. നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കളിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ല. ഞങ്ങ നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടലും നട്ടിയും നെറ്റും വാഴയാ. നല്ല നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകമാ.
രംഗനാടകക്കാര